ഇത്തവണ ബിഗ് ബോസിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു പേരാണ് ജിസേൽ കക്രാൾ. ആരാണ് ഈ പെൺകുട്ടി? ശരിക്കും 1996 സെപ്റ്റംബർ 4-നാണ് ഈ പെൺകുട്ടിയുടെ ജനനം. ശരിക്കും ഒരു മോഡലിംഗും നടിയും സംരംഭകയും ഒക്കെയായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള താരമാണ് ജിസേൽ. 2015 ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലാണ് ജിസേൽ പങ്കെടുത്തിട്ടുള്ളത്. ബോളിവുഡ് സിനിമകളിലും ചെറിയ രീതിയിൽ പ്രശസ്തിയാണ്. ക്യാഹുൽ ഹെയ്ൻ ഹംഫ്രി എന്ന ഹാസ്യ ചിത്രത്തിലൂടെയായിരുന്നു മേരി ലീ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അഭിനയ രംഗത്തേക്കുള്ള ചുവടുമാറ്റം താരം തുടങ്ങുന്നത്. പിന്നീട് മസ്തിസാദി എന്ന ചിത്രത്തിൽ മറ്റൊരു കഥാപാത്രത്തെയും ദ ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോ എന്ന കഥാപാത്രത്തെയും ഒക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. വളരെ ചെറിയ കാലത്ത് തന്നെ മിസ് രാജസ്ഥാൻ പട്ടം സ്വന്തമാക്കാനും ജിസേലിന് സാധിച്ചിട്ടുണ്ട്. നടി, മോഡൽ എന്നീ നിലകളിലാണ് താരം എപ്പോഴും ശ്രദ്ധ നേടിയിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലെ ആയിരുന്നു താരത്തിന്റെ ജനനം. അമ്മ മലയാളിയാണ്, പഞ്ചാബിയാണ് അച്ഛൻ. മാത്രമല്ല പഞ്ചാബിലായിരുന്നു വളർന്നതും. ജീവിതത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് UAE-യിൽ ചെലവഴിച്ചിട്ടുള്ളത്. 14-ാമത്തെ വയസ്സിലാണ് ഗ്ലാഡ്രോക്സ് മോഡൽ ഹണ്ടിൽ പങ്കെടുക്കുന്നത്. തുടർന്നാണ് മോഡലിംഗ് ജീവിതത്തിന്റെ തുടക്കമിടുന്നത്. അവിടെ തന്നെ 5 ഫൈനലിസ്റ്റുകളിൽ ഒരാളായി എത്തുവാൻ സാധിച്ചിട്ടുമുണ്ട്. പിന്നീടാണ് ഏറ്റവും കൂടുതൽ സിനിമകളിലേക്കും മോഡലിംഗിലേക്കും ഒക്കെ മാറുന്നത്. 2011-ലാണ് കിങ്ഫിഷർ കലണ്ടറിൽ ഇടം നേടുന്നത്. പിന്നീട് മോഡലിംഗിൽ സജീവമായി മാറുകയായിരുന്നു ചെയ്തത്. പല മത്സരങ്ങളിലും ഇന്ത്യയെ പ്രതിനിധീകരിക്കുവാനും താരത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ പാരീസ് ഫാഷൻ വീക്ക്, ലണ്ടൻ ഫാഷൻ വീക്ക്, മിലാൻ ഫാഷൻ വീക്ക് തുടങ്ങിയവയാണ്. ടെലിവിഷൻ ഷോകളിലും സ്ഥിര സാന്നിധ്യമായി താരം മാറി. 2012-ലായിരുന്നു റിയാലിറ്റി ഷോയായ സർവൈവർ ഇന്ത്യയിൽ മത്സരിക്കുന്നത്. എന്നാൽ അതിന് ചില പ്രശ്നങ്ങൾ കാരണം പുറത്താവേണ്ടി വന്നു. പിന്നീട് 2013-ൽ പാചകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു റിയാലിറ്റി ഷോയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. വെൽക്കം ബാസി മെഹ്മാൻ നവാസി കിയാൽ എന്ന ഒരു ഷോയായിരുന്നു അത്. 2015-ലായിരുന്നു സൽമാൻ ഖാൻ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് 9-ൽ വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായിട്ട് എത്തുന്നത്. എന്നാൽ ഒരുപാട് കാലം ആ ബിഗ് ബോസിൽ നിൽക്കാനൊന്നും താരത്തിന് സാധിച്ചില്ല. അവർ പുറത്താവുകയായിരുന്നു ചെയ്തത്. പിന്നീട് 2016-ലെ കോമഡി നൈറ്റ്സ് ബച്ചാവോ എന്ന കോമഡി ഷോയിലായിരുന്നു താരത്തെ എല്ലാവരും കണ്ടത്. ആ സമയത്തും ഒരു അതിഥിയായിട്ടായിരുന്നു അവിടെ വന്നിരുന്നത്. ഇപ്പോഴാണ് വീണ്ടും മലയാളം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തുന്നത്. സിനിമയിലും മോഡലിംഗിലും ഒക്കെ വളരെ സജീവമായിരുന്നു എങ്കിലും കൂടുതൽ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ് ആയിരുന്നു. 2022-ൽ ഫാഷൻ മേഖലയിലേക്ക് ബിസിനസിന് ഊന്നൽ നൽകിക്കൊണ്ട് എത്തുകയായിരുന്നു ചെയ്യുന്നത്. ഫാഷനും സാങ്കേതിക വിദ്യയും വെയർ ഹൌസിംഗും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഒരു കമ്പനി ആദ്യമായി ദുബായിൽ ജിസേൽ ഒരുക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും പിന്നീട് വീണ്ടും സിനിമയിലേക്കും ടെലിവിഷൻ ഷോകളിലേക്കും ഒക്കെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു ചെയ്തത്. വലിയൊരു ആരാധക നിരയെ തന്നെയാണ് ഇപ്പോൾ മലയാളി ബിഗ് ബോസിലും താരം സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിഗ് ബോക്സിൽ പറഞ്ഞ സീരിയൽ അല്ല അമ്മായിയമ്മ കളിക്കണ്ട എന്ന ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് കേരളക്കരയെ മുഴുവൻ ജിസേൽ തൂക്കി എന്ന് പറയുന്നതാണ് സത്യം. അത്രത്തോളം ആരാധകരെയാണ് ജിസേൽ ഇഷ്ടപ്പെട്ടത്.